നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തെരുവ് നായ്ക്കളുടെ ആക്രമണം, സൈനിക ക്യാപ്റ്റന് പരിക്കേറ്റു. കുവൈറ്റിലെ സുബ്ഹാനിലുള്ള എയർഫോഴ്സ് ബറ്റാലിയനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, സൈനിക ക്യാപ്റ്റനാണ് ആക്രമണം ഏൽക്കേണ്ടി വന്നത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു എന്നാണ് വിവരം. ഓഫീസർ തന്റെ വാഹനത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നായ്ക്കൾ കൂട്ടമായി അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഓഫീസറുടെ സഹപ്രവർത്തകർ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തെ ജാബർ അൽ അഹമ്മദ് ആംഡ് ഫോഴ്സസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സ നടത്തി. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് 48 മണിക്കൂർ പിന്നിടുമ്പോഴാണ് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇങ്ങനെ ഒരു ഓഫീസറിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും കുട്ടിക്ക് ഗുരുതരമായ മുറിവുകൾ ഏൽക്കുകയും അൽ അദാൽ ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുകയും ചെയ്യുന്നു എന്നാണ് വിവരം. അതേസമയം ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുവൈറ്റിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെരുവുനായ ശല്യം വലിയ രൂക്ഷമായ രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ആനിമൽ ഹെൽത്ത് അധികൃതർ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താനും ചർച്ചകൾ നടത്താനും ഒക്കെ തീരുമാനിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ തെരുവുനായ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ അവർ തീരുമാനിച്ചു എന്നായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ആനിമൽ ഹെൽത്ത് ഡയറക്ടർ വാലിദ് അൽ ഔദ് ആണ് അന്ന് ആ കാര്യം അറിയിച്ചത്. തെരുവ് നായ്ക്കളെ നേരിടാനായി പുതിയ പദ്ധതികളടക്കം കൊണ്ടുവരുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഈ മേഖലയിൽ വിദഗ്ധരായ ആളുകളെ രാജ്യത്ത് എത്തിക്കുമെന്നും ആവശ്യമായ കാര്യങ്ങൾ എല്ലാം ചെയ്യുമെന്നും ആനിമൽ ഹെൽത്ത് ഡയറക്ടർ വലീദ് അൽ ഔദ് അന്ന് വ്യക്തമാക്കി. വളർത്തു നായ്ക്കളെ ദത്തെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നായിരുന്നു അന്ന് എടുത്ത തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്. കൂടാതെ നായ്ക്കളുടെ പ്രജനനം തടയാൻ ആൺനായ്ക്കളെ വന്ധീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വിവിധ താമസ കേന്ദ്രങ്ങളിൽ നായ്ക്കൾ പൊതുനിരത്തുകളിൽ എത്തുന്നത് പലപ്പോഴും ആളുകൾക്ക് വലിയ ഭീഷണിയായി മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനമൊക്കെ. 1 മാസത്തിനിടെ നിരവധി പേർക്കാണ് അന്ന് കടിയേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കുട്ടികളെയും കാൽനട യാത്രക്കാരെയും അതിനു പുറമെ വലിയ ഉദ്യോഗസ്ഥരെയും അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിരന്തരമായി ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കുവൈറ്റിന്റെ അവസ്ഥ. ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും നായ്ക്കളുടെ വന്ധീകരണം അടക്കം കാര്യങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. പ്രത്യേകിച്ച് ഈ ഒരു ഉദ്യോഗസ്ഥനെ അടക്കം ആക്രമിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാൽനട യാത്രക്കാരനായി പോകുന്ന സാധാരണ ഒരു മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തുമെന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ അധികൃതർ.